എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വരവരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമുക്ക് കൂടുതൽ മുഖവരെയൊന്നും കൂടാതെ നേരിട്ട് ഈ കാർട്ടൂണിലേക്ക് കിടക്കും. ഇന്ന് റഫ് ഇട്ടിട്ടില്ല. ചില കാര്യങ്ങൾ പറയാനുള്ളത് നമുക്ക് ഈ റഫ് ഇടുന്നതിൻ്റെ കൂടെ പറയാം. അതായത് നമ്മുടെ കാരണഭൂതൻ നമ്മളെയൊക്കെ ഇട്ടുവെച്ച് വിദേശ പര്യടനത്തിന് പുറപ്പെട്ടിരിക്കുകയാണ്. അതായത് പുള്ളിയുടെ പേഴ്സണൽ ടൂറാണെന്നാണ് എല്ലാവരും ഈ പാർട്ടി നൽകുന്ന വിശദീകരണം. അദ്ദേഹം കുടുംബാംഗങ്ങളോടൊത്ത് ഇവിടെ മലമറിച്ച് ക്ഷീണിച്ചിട്ട്, ഭരണചക്രം തിരിച്ച് ക്ഷീണിച്ചിട്ട് പുള്ളി മറ്റേ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പം ഇത് ഒരു ഔദ്യോഗിക യാത്രയല്ല. പുള്ളി സ്വകാര്യ സന്ദർശനത്തിനാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങൾ വരൾച്ചയും മറ്റ് 100,000 കെടുതികളുടെ ഇദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കെടുതികളൊന്നും മാറത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ കേരളീയ ജനത ഉഴറുമ്പോൾ ഇദ്ദേഹം പൊടിയും തട്ടി, ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പൊടിയും തട്ടി ഇദ്ദേഹം മറ്റേ BJPയെ അല്ലെങ്കിൽ വർഗീയ ശക്തിയെ തോൽപ്പിക്കാനായിട്ട് ഏതാണ്ടൊക്കെ മലമറിച്ചെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ചത് മുഴുവനും. പക്ഷെ മൂന്നാം മുന്നണിയിൽ ഈ ഇന്ത്യ മുന്നണിയിലെ അംഗമായ ഇദ്ദേഹം അംഗമാണോന്ന് അറിയത്തില്ല. ഇദ്ദേഹത്തിന്റെ പാർട്ടി ഏതായാലും അംഗമാണ്. അതിന് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ, മൂന്നാം മുന്നണിയുടെ പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെയായിരുന്നു പുള്ളി ആഞ്ഞടിച്ചത് മുഴുവനും. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വർഗീയ ശക്തികൾക്കെതിരെ ആഞ്ഞടിക്കുമായിരുന്നു. അപ്പം അത് നമ്മൾ കാണുന്ന കണക്കല്ല ഇദ്ദേഹം പല കാര്യങ്ങളും കാണുന്നത്. ഇപ്പം പൊരിവെയിലത്ത് വിദ്യാർത്ഥികൾ നിന്നപ്പം അത് പൊരിവെയിലില്ല, അവിടെ തണലായിരുന്നെന്ന് കണ്ട മഹാനാണ്. പിന്നെ ചെടിച്ചിട്ടുകൊണ്ട് ആൾക്കാരുടെ തല തല്ലി പൊട്ടിച്ചപ്പം അത് രക്ഷാപ്രവർത്തനമെന്ന് കണ്ടയാളാണ്. അപ്പം അങ്ങനെ നമ്മൾ കാണുന്ന കണക്കൊന്നുമല്ല, എല്ലാം തലതിരിഞ്ഞ രീതിയിൽ കാണുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് വർഗീയ ശക്തികളെ അദ്ദേഹം നഖശികാന്തി എതിർക്കുമായിരുന്നു ഈ ഇലക്ഷൻ കാലം അത്രയും എന്നാണ്. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് അങ്ങനല്ല. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ തക്കം കിട്ടിയാൽ ആക്രമിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് മുഴുവനും. എന്തായാലും അതും കഴിഞ്ഞ് അദ്ദേഹം നേരെ ഈ വർഗീയ ശക്തികളെ നേരിട്ട് ക്ഷീണിച്ച് അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പങ്കെടുക്കാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. അതിന് ഒരു മനുഷ്യരെ, പാർട്ടിയിലെ പോലും ഒരു മനുഷ്യരെ അല്ലെങ്കിൽ സ്വകാര്യ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് പോകുന്നതെന്നാണ്. അതിനകത്ത് ഭരണകൂടത്തിനോ അല്ലെങ്കിൽ കേരളത്തിനോ യാതൊരു നഷ്ടവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, ഈ നേതാക്കന്മാരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ 100,000 പ്രശ്നങ്ങൾക്കുള്ളിൽ പെട്ട് ഉഴറുന്ന നമ്മുടെ കേരളീയ ജനതയുടെ ഒരു കേരളീയൻ്റെ കോരൻ്റെ ഒരു പ്രതീകമാണിത്. അതായത് കോരൻ ഈ ശരശൈയിൽ കിടക്കുവാണ്. ശരശൈയിൽ കിടക്കുമ്പോൾ ഇദ്ദേഹം ടാറ്റ പറഞ്ഞ് പോവുക, വിദേശ ടൂറിന് പോവുക. അപ്പം നമുക്കറിയാം 100 പ്രശ്നങ്ങൾക്കുള്ളിൽ കേരളീയൻ ഇങ്ങനെ ഉഴറുകയാണ്. അതിൻ്റെയാണ് നമ്മൾ ഈ ശരശയ്യായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം 100,000 പ്രശ്നങ്ങളുടെ ശരശയ്യിൽ കിടക്കുന്ന കോരനെ മൈൻഡ് ചെയ്യാതെ അദ്ദേഹം വിദേശ പര്യടനത്തിന് പുറപ്പെടുകയാണ്. അപ്പം നമുക്കിത് ശരശയ്യായിട്ട് നമ്മളിത് ഇങ്ങനെ വരയ്ക്കുകയാണ്. റഫ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റഫ്. ഇതാണ് ഈ 100,000 പ്രശ്നങ്ങളുടെ നടുവിൽ ശരശയിൽപ്പെട്ട് കിടക്കുന്ന നമ്മുടെ പൊതുജനമാണ്, പാവം പൊതുജനമാണ്. അപ്പോൾ ഇദ്ദേഹം ടാറ്റ പറഞ്ഞ് ദേശപര്യടനത്തിന് പോവുകയാണ്. കേരളത്തെ ശരിക്കും ഭരണസ്തംഭനമെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും
അദ്ദേഹത്തിന് വിഷയമല്ല. അദ്ദേഹം കുടുംബത്തിനെ കൂട്ടി സ്വൈര്യവിഹാരത്തിന് വിദേശങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ ഇങ്കെങ്കിലോട്ട് കടക്കാം.